ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മി ജോവിൻ ആൻഡ് വെൽക്കം ടു മോട്ടോർ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് സ്കോഡയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ കോഡിയാക്കാണ്. കോഡിയാക്കിൻ്റെ ലോറൻ ആൻഡ് ക്ലെമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് വേരിയൻ്റാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കോഡിയാക്കിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി മുന്നേ, കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു വീഡിയോ തന്നെ വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് നിങ്ങൾക്കും ചെയ്യുന്ന എനിക്കും അത് ബോറടിക്കും. അപ്പോൾ അത് വിട്, ആ പരിപാടി നമ്മൾ വിട്ടു. നമ്മളൊരു $1 million ക്വസ്റ്റ്യൻ, ഒരു ലാലേട്ടൻ പറയണ പോലെ ഒരു 1.5 ചോദ്യം, ആ ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 51,33,000 ആക്ച്വലി ഓൺ റോഡ് 55. അപ്പോൾ ഇപ്പോൾ സ്കോഡയിൽ കുറേ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 51,33,000 കിട്ടുന്നതാണ് അവർ പറയണത്. അപ്പോൾ ഇത്രയും പൈസ നിങ്ങൾ എന്തുകൊണ്ട് മുടക്കണം സ്കോഡയിൽ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ തേടുന്നത്. ആക്ച്വലി അത്രയും പൈസയൊക്കെ കൊടുത്ത് വാങ്ങാനുള്ള വണ്ടി ഉണ്ടോ? കാരണം ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ്, ഒരു 7 സീറ്റർ SUV എന്നുള്ള സെഗ്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഫോർച്യൂണറാണ്. പിന്നെ MGയുടെ ഗ്ലോസ്റ്റർ ഉണ്ട്, പിന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഈ സ്കോഡയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി ഇത് നമുക്ക് വാങ്ങാമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടെത്തും. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആർക്കറിയാം, ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ എല്ലാ തീരുമാനങ്ങളും മാറ്റി ചിലപ്പോൾ സ്കോഡ ചൂസ് ചെയ്യും. അത് ഉണ്ട്, വണ്ടി അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു മോട്ടോർ വ്ളോഗ്സ്. സ്ട്രെയിറ്റ് അവേ നമുക്ക് വണ്ടിയുടെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കോഡിയാക്കിൻ്റെ. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ക്യാമറയും മറ്റേ കൈ, അതായത് ഇടത് കൈ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഹുഡ് തുറന്നത്. ഒറ്റ കൈ കൊണ്ട്, ഇപ്പോൾ പറയില്ലേ ലെഫ്റ്റ് ഹാൻഡ് ജോബ്. സിമ്പിളായിട്ട് നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്ത് നല്ല ഈസി ആയിട്ടുള്ള ലിവർ മെക്കാനിസം കാര്യങ്ങളൊക്കെയാണ്, ഹൈഡ്രോളിക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഹുഡ് തുറക്കാം. അങ്ങനെ ഹുഡ് തുറന്ന് നമ്മൾ നോക്കുമ്പോൾ ഹുഡിൻ്റെ കീഴിൽ വരുന്നത് ഒരു 2 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ്. ഫുൾ ടൈം 4x4 വണ്ടിയാണ്. മുകളിൽ നല്ല ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പവറിൻ്റെ പറയുകയാണെങ്കിൽ 190 PS പവറും 320 Nm ഓഫ് ടോർക്കാണ് വണ്ടി ജനറേറ്റ് ചെയ്യുന്നത്. 7 സ്പീഡ് DSG ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡിസൈൻ, നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു കൊടുക്കുന്ന വിലയ്ക്കുള്ള മുതലുണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് നോക്കാം. ഒരു 7 സീറ്റർ SUV എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ LED ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് കോഡിയാക്കിലുള്ളത്. ഇൻ്റലിജൻറ്റ് കോർണറിങ് ഫംഗ്ഷനും ഫോളോ മീ ഹോം ഫംഗ്ഷനൊക്കെ ഉള്ളത്. അതിൻ്റെ താഴെ നമുക്ക് LED തന്നെ ഫോഗ് ലാമ്പ് ഉണ്ട്. ഈ ഹെഡ്ലൈറ്റിൽ നമുക്ക് DRL യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മൾട്ടി ഫംഗ്ഷൻ DRL യൂണിറ്റ്, പിന്നെ വാഷർ യൂണിറ്റ്, പിന്നെ ഈ സൈഡിൽ എയർടേക്കിൻ്റെ കണ്ടോ, ഇതൊക്കെ ഫംഗ്ഷനിലാണ്, ഫേക്ക് അല്ലാട്ടോ ഈ വണ്ടിയിൽ. ഫംഗ്ഷണലായിട്ടുള്ള ഒരു എയർ ഇൻടേക്കാണ്. നമ്മളെ എയറോഡൈനാമിക്സിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിസൈനാണത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ സ്കോഡയുടെ ആ ഒരു ഗ്രില്ല്, ഹെക്സഗണൽ ഗ്രിൽ എന്നൊക്കെ പറയുമെങ്കിലും ഞാനിതിനെ വളരെ സ്നേഹത്തോടെ ബട്ടർഫ്ലൈ ഗ്രിൽ എന്ന് പറയും. അതിനെ ചുറ്റുള്ള ക്രോമിൻ്റെ ഒരു ലൈനിങ് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ പവർ ലൈൻ ബോണറ്റിൽ അതങ്ങനെ കറക്റ്റ് ആ ഒരു ഗ്രില്ലിനോട് ചേർന്ന് വരുന്നത് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അവിടെ ക്യാമറയുണ്ട്, പിന്നെ ഒരു അഡാസിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പാർക്കിംഗ് ഫീച്ചേഴ്സാണ് മെയിനായിട്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പാരലൽ പാർക്കിങ്ങും പെർപെൻഡിക്കുലർ പാർക്കിംഗ് ഒക്കെ വണ്ടി തന്നെ ചെയ്തോളും. നമ്മൾ ജസ്റ്റ് പെഡലിലൊന്ന് കാല് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് മുകളിൽ നോക്കുകയാണെങ്കിൽ വൈപ്പേഴ്സൊക്കെ ഉണ്ട്. താഴെ ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു ഡിസൈൻ മികവ് ഉള്ള ഒരു വണ്ടിയാട്ടോ കോഡിയാക്ക്. നമുക്ക് ആ കാര്യത്തിലൊന്നും ഒരു തർക്കം എനിക്ക് തോന്നുന്നില്ല. വളരെ എലഗൻ്റായിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് സ്കോഡയുടെ കോഡിയാക്ക്. ദർ ഇസ് നോ ടു വേ അബൌട്ട് ഇറ്റ്. നല്ലൊരു റോഡ് പ്രസൻസ് വണ്ടി എന്തായാലും നിങ്ങൾക്ക് തരും. ഒരു ഹെഡ് ടേണർ തന്നെയാണ്. ഇനി സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയമെൻഷൻസ് പറയുകയാണെങ്കിൽ 4699 മില്ലിമീറ്ററാണ് ലെങ്ത്ത്, വിഡ്ത്ത് 1882, ഹൈറ്റ് 1685. പിന്നെ വീൽ ബേസ് 2791 മില്ലിമീറ്റർ വീൽ ബേസും ഗ്രൗണ്ട് ക്ലിയറൻസ് 192 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട് വണ്ടി. അപ്പോൾ ഇതിലൊരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റ് SUVകളെ പോലെ ഒരു മാച്ചോ ലുക്കിംഗ് അല്ല. ഒരു എന്താ പറയുക, ഒരു നമ്മൾ പറയില്ല, ഒരു ബിസിനസ് ലൈക്ക് ആ ഒരു കോമ്പാക്ട്നെസ് നമുക്ക് ഈ വണ്ടിയുടെ സൈസിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ്നെസ്സും. ഇപ്പോൾ ആ ഒരു വിൻഡോയുടെ അവിടെയൊക്കെ കൊടുത്തിട്ടുള്ള ക്രോമൊക്കെ എത്ര മനോഹരമായിട്ടാണ് ആ ക്രോം ഇൻസേർട്ടൊക്കെ പോയിരിക്കുന്നത്. ഔട്ട്ലൈനൊക്കെ ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. നല്ല ഒരു അപ്പർ ക്ലാസ് SUVയുടെ എല്ലാ ഒരു ഗുണങ്ങളും എല്ലാ ഡിസൈനും ഇതിൽ കാണുന്നുണ്ട് ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് ടയർ ഒന്ന് നോക്കാം. ഇതിൻ്റെ സൈസ് 235/55 R18 ആണ്. കുറച്ച് പ്രൊഫൈൽ കൂടിയിട്ടുള്ള ഒരു ടയറാണ് വരുന്നത്.
ഇതൊരു എന്താ പറയുക 18 ഇഞ്ച് മൾട്ടി സ്പോക്ക് അലോയ് വീലാണ് ഇതിലുള്ളത്. പിന്നെ ലോറൻ ആൻഡ് ക്ലെമൻ്റെ ബാജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഫൈല് കൂടിയ ടയറായ കാരണം നമുക്ക് റൈഡ് കംഫർട്ട് കുറച്ച് നന്നായിട്ട് കിട്ടും. പിന്നെ താഴെ കുറച്ച് പവർ ബൾജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കളർ ഇങ്ങനെ ബ്ലാക്ക് ആയ കാരണം പെട്ടെന്ന് കണ്ണിപ്പെടാത്തതാണ് ക്യാമറയിൽ. പിന്നെ നമുക്ക് ORVMs ഉണ്ട്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ORVMസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു സൈഡ് പ്രൊഫൈലാണ്. എനിക്കിഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു സൈഡ് പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നൊരു വണ്ടിയാണ് കണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ പവർ ബൾജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഡിസൈൻ ഇതൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കണ്ണി പിടിക്കണില്ല എന്നുള്ളൂ. ഞാൻ സൈഡിൽ നിന്ന് എടുത്തത്. പിന്നെ ബോഡി കളറായിട്ടുള്ള ഡോർ ഹാൻഡിൽസ്, പിന്നെ പിയാനോ ബ്ലാക്കിലുള്ള B പില്ലർ, C പില്ലർ, മുകളിൽ റൂഫ് റെയിൽ, അതൊരു സിൽവർ ഫിനിഷിൽ, മുകളിൽ ഒരു പനോരമിക് സൺറൂഫ്, വലിയൊരു പനോരമിക് സൺറൂഫ് ഉണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റിന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈവൻ തേർഡ് റോയിലും അത്യാവശ്യം ഒരു വിൻഡോ ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുന്നിലും പിന്നിലൊക്കെ ഡിസ്ക് ബ്രേക്കാണ് സ്കോഡയിലുള്ളത്. പിന്നെ നന്നായിട്ട് ട്യൂൺ ചെയ്തിട്ടുള്ളൊരു സസ്പെൻഷൻ നമുക്ക് കോഡിയാക്കിൽ കിട്ടും. റൈഡ് നല്ല കംഫർട്ടബിൾ റൈഡാണ് വണ്ടി ഓഫർ ചെയ്യുക. നമുക്ക് വണ്ടി അത് ഓടിക്കുമ്പോൾ നമുക്ക് പറയാം. ഇനി നമുക്ക് റിയർ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാം. റിയർ പ്രൊഫൈൽ ഫസ്റ്റ് തന്നെ 4x4 തെറ്റണ്ട. ഇതൊരു ഓഫ് റോഡിങ് വണ്ടിയാണ്. അത്യാവശ്യം നമുക്കൊരു സോഫ്റ്റ് ഓഫ് റോഡിങ് ഒക്കെ ഇതിൽ നമുക്ക് കോഡിയാക്കിനെ കൊണ്ട് സാധിക്കും. നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സൗമ്യനാണ്, പക്ഷെ അത്ര സൗമ്യനൊന്നുമല്ല. പിന്നെ ഒരു LED ടെയിൽ ലാമ്പ് വരുന്നിട്ടുണ്ട്. അതിങ്ങനെ ഷാർപ്പ് എഡ്ജസും കട്ട്സും ഒക്കെയുള്ള ഒരു LED ടെയിൽ ലാമ്പ്. അത് കത്തുമ്പോൾ നല്ല ഭംഗിയാണ്. രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നല്ല രസമായിട്ട് കാണാം. പിന്നെ സെൻറ്ററിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്കോഡ എന്ന് നല്ല രീതിയിൽ ഇങ്ങനെ സ്പേസ് ഒക്കെ ഇട്ട് എഴുതിയിട്ടുണ്ട്. കോഡിയാക്കിൻ്റെ ഒരു ബാഡ്ജിങ്ങും അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നമുക്ക് ഡിഫോഗോ യൂണിറ്റ്, വൈപ്പർ, ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ റിഫ്ലക്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ താഴെ നമുക്കൊരു ഒരു സിൽവർ ഇതിലൊരു സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലോവർ ലിപ്പ് പോലെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റിൻ്റെ ഒരു ഇത് അതും ഒരു സിൽവർ ഔട്ട്ലൈനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എക്സോസ്റ്റ് താഴെയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒരു ഡിസൈൻ പർപ്പസിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം SUVയുടെ ഒരു പിൻവശം. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സാണ്. ഗ്ലോബൽ NCAPലും അതുപോലെ യൂറോ NCAPലും 5 സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുള്ള വണ്ടിയാണ് സ്കോഡ. നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഈ വണ്ടി ഓടിക്കാം. 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. അതും ഈവൻ ചൈൽഡ് സേഫ്റ്റി കിടക്കട്ടോ. അത് എല്ലാ ഏരിയയിലും 5 സ്റ്റാർ ഹൈ മാർക്സ് സ്കോർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് സ്കോഡ കോഡിയാക്ക്. മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 9 എയർ ബാഗ്, ABS, EBD, ESP, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, പിന്നെ ഫ്രണ്ട് ആൻഡ് സൈഡ് ഇമ്പാക്ട് ബീംസ്, ചൈൽഡ് സേഫ്റ്റി ലോക്സ്, ബ്രേക്ക് അസിസ്റ്റ്, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക്, 360 ക്യാമറ, ഹിൽ ഡിസെൻറ്റ് കൺട്രോള്, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. ഇനി നമുക്കൊന്ന് ഉള്ളിൽ നമുക്ക് റിയർ ഒന്ന് ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ്. നമുക്ക് സുഖമായിട്ട് അതങ്ങനെ തുറക്കാം. 270 ലിറ്റർ ഓഫ് ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. 3 റോയും ഉയർത്തി വെച്ചിട്ട്. അപ്പോൾ 3 റോയിലും ആൾക്കാർ ഇരുന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ബൂട്ട് സ്പേസ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്നെ ഒന്ന് സന്തോഷവാനാക്കി. നമുക്കൊരു ഫാമിലി റോഡ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യും. ഇനിയിപ്പോൾ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ 3rd റോ ഒന്ന് മടക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലഗേജ് ക്യാരിങ് കപ്പാസിറ്റിയാണ്. ആ സീറ്റൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ബൂട്ടിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഹുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ് ഇതേ കണ്ടു ലൈറ്റ്. പിന്നെ ഇതിൻ്റെ പാർസൽ ട്രേ ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഈ സൈഡിൽ എന്തൊക്കെയുള്ള ഇതിൽ ഈ ഇത് സംഭവം പൊന്തിച്ച് കഴിഞ്ഞാൽ ഇതിന് താഴെ ഒരു പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയാണ് സ്പെയർ വീല് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു ഫുൾ സൈസ് സ്പെയർ വീല് കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിലാണ് സബ് വൂഫർ ഉള്ളത്. നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഇതിലുണ്ട്. നല്ലൊരു സ്പീക്കർ സിസ്റ്റം ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, നമുക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ. പിന്നെ ഈ സൈഡിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെ സംഭവങ്ങൾ വെക്കാനുള്ളൊരു സ്ഥലം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹുക്ക്, പിന്നെ ഒരു 12 വാട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ മൊത്തത്തിലൊരു എന്താ പറയുക, ഫീച്ചേഴ്സിന് ഒരു കുറവില്ല. വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ബൂട്ട് സ്പേസാണ് നമ്മുടെ സ്കോഡ കോഡിയാക്കിനുള്ളത്. വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു ബാക്ക് സൈഡാണ്. നന്നായിട്ടുണ്ട്. നല്ല ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നത്തെ സീറ്റുകളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഡോറ് തുറന്നപ്പോൾ
നമുക്കൊരു ഡ്യുവൽ ടോൺ ഡോർ പാനലാണ് വരുന്നത്. ഇതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം കേട്ടോ, ഈ ഒരു സൺ ബ്ലൈൻഡ്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ വണ്ടികളിലും കൊണ്ടുവരണം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് ഗംഭീര വെയിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ ക്രോം കളറിലുള്ള മറ്റേ ഡോർ ഹാൻഡിൽ, പിന്നെ ഇതൊക്കെ ലെതർ സംഭവം കേട്ടോ. പിന്നെ താഴെ ഒരു ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങൾ, സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഡോറ്. പിന്നെ നമുക്ക് എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ആ തേർഡ് റോ, അതാണല്ലോ ഇതിൽ നമ്മളൊരു 7 സീറ്റർ വാങ്ങുമ്പോഴൊരു ചോദ്യം. അപ്പോൾ തേർഡ് റോയിലേക്ക് കയറാൻ ഇപ്പോൾ ഞാൻ പറയുന്നു, ഒറ്റ കൈ കൊണ്ടാണ് ഞാനിതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു കയ്യിൽ എൻ്റെ ഗോപ്രോ ക്യാമറ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഹാൻഡ് വെച്ചിട്ട് നമുക്ക് സീറ്റ് ഇങ്ങനെ മുന്നോട്ട് സ്ലൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നിലെ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു അവകാശവാദവും ഉന്നയിക്കുന്നില്ല. കുട്ടികൾക്ക് നന്നായിട്ട് ഇണങ്ങുന്ന ഒരു സീറ്റാണ്. 2 പേർക്ക് സുഖമായിട്ട് കംഫർട്ടബിളി ഇരിക്കാം. അഡൾട്ട്സിന് അങ്ങനെ പറ്റുമെന്ന് തോന്നില്ല. ഇരിക്കണമെങ്കിൽ ഇരിക്കാം, പക്ഷേ ഒരു ലോങ് ഡ്രൈവൊക്കെ പോയാൽ ബുദ്ധിമുട്ടും. പിന്നെ ഇത് കണ്ട, ഇതാണ് ഒരു സിംപ്ലി ക്ലവർ ആയിട്ടുള്ളൊരു ഐഡിയ. ഒരു 3 പോയിൻ്റ് സീറ്റ് ബെൽറ്റ് സ്കോഡ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗം ഇല്ലെങ്കിൽ അവിടെ സിമ്പിളായിട്ട് കൊണ്ടിട്ട് നമുക്ക് ലോക്കാക്കി വെക്കാം, ആർക്കും ഒരു ശല്യമില്ലാതെ. അത് വളരെ നല്ല ഒരു ഡിസൈൻ ഇതായിട്ടുണ്ട്. റീഡിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു വിൻഡോ സ്പേസും ബോട്ടിൽ ഹോൾഡേഴ്സും റിയർ AC വെൻസും അങ്ങനെ ഫീച്ചേഴ്സും കംഫർട്ടും യാതൊരു കുറവില്ല. നല്ല സീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പിന്നിൽ 2 കുട്ടികളെ, ടീനേജ് പിള്ളേരൊക്കെ നമുക്ക് ഇരുത്താം. അവരവിടെ കംഫർട്ടബിളി ആയിട്ട് ഇരുന്നോളും, സേഫായിട്ടിരുന്നോളും. 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിനൊന്നും ഒരു കുറവില്ല. ഇനി നമ്മൾ മെയിനായിട്ട് നമ്മൾ അഡൽട്ട്സിനൊക്കെ ഇരിക്കാവുന്ന സെക്കൻഡ് റോയിലേക്ക് നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മളിപ്പോൾ സീറ്റൊക്കെ നന്നായിട്ട് പിന്നോട്ട് ഇറക്കിയിട്ടൊക്കെ കേട്ടോ, ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. എന്നിട്ടും ഇത്ര നമുക്ക് നല്ല രീതിയിൽ ലെഗ് റൂം, താഴെ നമുക്ക് കാലൊക്കെ നീട്ടി വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാഗസിൻ പൗച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, മാഗസിൻ ഹോൾഡർ ഉണ്ട്, റിയർ AC വെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലോയിങ് സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ താഴെ ഒരു 2 വോട്ടിൻ്റെ ഒരു ചാർജിങ് പോയിൻ്റ് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിശാലമായൊരു പനോരമിക് സൺറൂഫ്. പറഞ്ഞ പോലെ ഒരു മഴയത്തൊക്കെ ഇത് തുറന്നിട്ട് പോകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ സെൻട്രൽ കൺസോൾ വരുന്നത്. വളരെ എന്താ പറയുക, ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് സ്കോഡ കോഡിയാക്കിന്. പിന്നെ മുകളിൽ റീഡിങ് ലാംപ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, LED റീഡിങ് ലാംപ്സ് നല്ല ബ്രൈറ്റ് ആയിട്ട്. പിന്നെ നമുക്ക് കൈയൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ ഒരു ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കോട്ടും ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇനി ഒരു സംഭവം കൂടി നോക്കാം. ഇവിടെ ഒരു സെൻട്രൽ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കപ്പ് ഹോൾഡർ, 2 വലിയ കപ്പും ഒരു ചെറിയ കപ്പൊക്കെ വെക്കാവുന്ന രീതിയിൽ. അപ്പോൾ സീറ്റ് ഞാൻ പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് സീറ്റ് എടുത്ത് പറയണം, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു വിധ ക്ഷീണം ഇല്ലാണ്ട് നമുക്ക് ലോങ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡ് എന്തായാലും ഈ സീറ്റിൽ നിന്ന് കിട്ടും. നല്ല തൈ സപ്പോർട്ടും ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെയുള്ള ഒരു വണ്ടിയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് സ്കോഡയുടെ കുറേ സിംപ്ലി ക്ലവറായിട്ടുള്ള കുറച്ച് ടെക്നിക്കുകൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഡോർ ഇങ്ങനെ തുറക്കുമ്പോഴേ ഒരു സംഭവം അങ്ങനെ പുറത്തേക്ക് വരും. ഇത് കണ്ട നിങ്ങൾ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം, അത് അടയ്ക്കുമ്പോൾ ഉള്ളിൽ പോവുകയും ചെയ്യും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറൊക്കെ പെട്ടെന്ന് തുറക്കുമ്പോൾ തൊട്ടപ്പുറത്ത് എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതുമ്പോൾ പോയിട്ട് ഡോറ് തട്ടുക, അങ്ങനെ ഡോറിൻ്റെ പെയിൻറ്റ് പോവുക, ചെറിയ മടക്കുന്ന സംഭവങ്ങളൊക്കെ വരാം. അങ്ങനെയുള്ള പ്രശ്നം പല ആൾക്കാരെ വണ്ടിയിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ഒഴിവാക്കാനാണ്. പിന്നെ താഴെ ഉണ്ട് സ്കോഡയുടെ ഒരു പടൽ ലാമ്പ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് നല്ലൊരു സിമ്പിൾ ക്ലവർ ഡിസൈനാണ്. പിന്നെ റോൾസ് റോയ്സിലൊക്കെ മാത്രം നിങ്ങൾ കണ്ടുവരുന്നൊരു ഫീച്ചേഴ്സ് കോട്ട കണ്ട ഇതിൻ്റെ ഉള്ളിൽ, അത് വേറെ ഏത് വണ്ടിയിലുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂട്ടാ. കോഡിയാക്ക് എന്തായാലും റോൾസ് റോയ്സിന് പഠിക്കുക നല്ലതാണ്. നമ്മൾ കസ്റ്റമേഴ്സിന് ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഗുഡീസൊക്കെ വരുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ വിൻഡോൻ്റെ കൺട്രോള്, ORVMൻ്റെ കൺട്രോള്, പിന്നെ നമുക്ക് കാണാം വൈഡ് ഓപ്പണിംഗ് ആണ്. നമുക്ക് സുഖമായിട്ട് വണ്ടിയുടെ ഉള്ളിൽ കയറാം. 90 ഡിഗ്രിയോളം നമുക്ക് ഡോറ് തുറക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാൻറ്റൻ്റെ മ്യൂസിക് സിസ്റ്റം ഞാൻ എടുത്ത് പറയേണ്ട ഒരു സംഭവം, നല്ല രസമായിരുന്നു പാട്ട് കേൾക്കാൻ വേണ്ടിയിൽ. 12 സ്പീക്കർ, 625 വാട്ടിൻ്റെ ഒരു സബ് വൂഫർ, അന്യായ സൗണ്ട് എഫക്റ്റാണ്, ഒന്ന് കേട്ട് നോക്കണം. പിന്നെ അത് നമ്മളെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള, ബൂട്ടല്ല നമ്മുടെ പെട്രോളിൻ്റെ അതില്ലേ, അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇതാണ്. പിന്നെ കോഡിയാക്കിൻ്റെ ഒരു സ്കഫ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു പ്രീമിയം ഫീല് നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കിട്ടും. പിന്നെ നമ്മുടെ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് നമുക്കുള്ളത്.
പിന്നെ സീറ്റ് പറയുമ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല 3 മെമ്മറി ഫങ്ഷൻസ് ഉണ്ട്. വെന്റിലേറ്റഡ് സീറ്റാണ്, അതാണ് എടുത്തു പറയേണ്ട ഒരു സംഭവം കേട്ടോ. വെന്റിലേറ്റഡ് സീറ്റാണ്, ലെതർ അപ്പോൾസ്റ്ററി, പിന്നെ ലോറൻ ആൻഡ് ക്ലെമൻറ്റിൻ്റെ ഒരു ബാഡ്ജിങ്, നല്ല ഒരു ബാക്ക് സപ്പോർട്ട്, ലംബ സപ്പോർട്ട്, ഷോൾഡർ സപ്പോർട്ടൊക്കെ, ഡ്യുവൽ സ്റ്റിച്ചിങ്. ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാണാം ഇതൊരു ചെറിയ ചെറിയ ഡോട്ട്സ്. നമുക്ക് പിന്നിന്നും താഴത്തുനിന്നൊക്കെ നമുക്ക് കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടും. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സീറ്റാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡ് നമുക്ക് കിട്ടും. പിന്നെ ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബ് കാര്യങ്ങളാണ്. പിന്നെ ഒരു ഗ്ലോസി ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒക്കെ എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ലെവൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യമായിട്ടുള്ള നോയ്സും കാര്യങ്ങളൊന്നും ക്യാബിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. ഓൾറെഡി ഇഗ്നിഷൻ ഓൺ ആയിരുന്നു. AC തൊട്ടിട്ട് കുളിരി കൂരി നമുക്ക് റിവ്യൂ ചെയ്യാം. ഇപ്പോൾ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമുക്ക് വരുന്നത്. സ്റ്റിയറിംഗ് ഫുള്ളി റബ്ബർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് കാര്യങ്ങളാണ്. 2 സ്പോക്ക് ഡിസൈനാണ് വരുന്നത്. അധികം വണ്ടികളിലൊന്നും നമ്മൾ കാണില്ല, ഒരു വെറൈറ്റി. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു 2 സ്പോക്കില്ലേ, നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഡിസൈനായിട്ടൊരു സാമ്യം നമുക്ക് തോന്നും. ബട്ടർഫ്ലൈ ഗ്രില്ലിൻ്റെ ഇവിടെ ഒരു ലോറൻ ആൻഡ് ക്ലെമൻറ്റിൻ്റെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങിൽ ലെഫ്റ്റ് സൈഡിലെ കൺട്രോളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ മെയിൻ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനില്ലേ, അതിൻ്റെ കൺട്രോളാണ്. നമ്മുടെ സ്റ്റീരിയോ ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടനാണ് അവിടെ ഉള്ളത്. മുകളിൽ വരുന്നത് നമ്മുടെ വോയിസ് അസിസ്റ്റൻ്റ്. അപ്പോൾ ചില നേരത്തെ നമ്മൾ പറയുമ്പോൾ നാക്കും നടക്കും, ആ കാര്യമാക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷൻസും കാര്യങ്ങളും കോഡിയാക്കിലുണ്ട്. പിന്നെ ഈ ഒരു മെറ്റാലിക് നോബ് നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ മെറ്റാലിക് നോബിൻ്റെ ഒക്കെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. നമ്മളതിങ്ങനെ കാണുമ്പോൾ എന്ന് വെച്ചാൽ വണ്ടി ഒരു പ്രീമിയം വണ്ടിയിലാണ് നമ്മൾ ഇരിക്കണേ എന്നുള്ള ഫീല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഈ ഡിജിറ്റൽ ക്ലസ്റ്റർ, ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം, നമ്മുടെ രീതിക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ ഡ്രൈവ് മോഡ്സ് അനുസരിച്ചിട്ട് അതിൻ്റെ കളർ ഇതൊക്കെ മാറും. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. കുറേ ഇൻഫർമേഷൻസ് നമുക്കതിൽ കിട്ടും. പിന്നെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വളരെ നല്ലൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ഓപ്ഷൻസ്, ആക്സസ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നാവിഗേഷൻ, മീഡിയ, ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ സ്കോഡയുടെ ഒരു സ്കോഡ കണക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ കാര്യങ്ങളുണ്ട്. ഇനി നമുക്കിപ്പോൾ മെയിനായിട്ട് ഞാനിതിൽ നിങ്ങൾക്ക് കാണിക്കാനുള്ളത് മോഡ്സാണ്. ഈ വണ്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് 4x4 വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. എക്കോ, അതുപോലെ സ്പോർട്ട്, സ്നോ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കംഫർട്ട് മോഡ് കാര്യങ്ങളുണ്ട്. സ്പോർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വണ്ടി ഓടിച്ചാണ്, നല്ല തകർപ്പൻ പെർഫോമൻസ് ആണ് സ്പോർട്ട് മോഡിൽ. അത് നമുക്ക് ഡ്രൈവിൽ ഞാനൊരു വീഡിയോ വേറെ കാണിക്കാം. അപ്പം നമ്മളിപ്പോൾ ഇതിൽ ഒരു മോഡ് എടുത്തു കഴിഞ്ഞാൽ ആ മോഡിൽ എങ്ങനെയാണ് വണ്ടിയുടെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മോഡിൽ വണ്ടി എങ്ങനെയാണ് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. DCC നോർമലാണ്, സ്റ്റിയറിംഗ് നോർമലാണ്, റെസ്പോൺസ്, ഡ്രൈവ് എക്കണോമിക്കൽ ഇതാണ്, ലൈറ്റ് അസിസ്റ്റൻസ് നോർമലാണ്. ഇനി ഇതിപ്പോൾ നമ്മൾ എക്കണോമി എടുത്താണ്. സ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മാറി. DCC സ്പോർട്ട് മോഡലാണ്, സ്റ്റിയറിംഗ് സ്പോർട്ടാണ്, അതിൻ്റെ ഫീഡ്ബാക്ക് വരെ, ഡ്രൈവ് സ്പോർട്ടാണ്. അപ്പോൾ ഓരോ മോഡിനനുസരിച്ചിട്ട് വണ്ടിയുടെ ഡൈനാമിക്സ്, ഡ്രൈവിംഗ് ഡൈനാമിക്സിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്നോ മോഡ് എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറും. ഇനി നമുക്കിതിലൊരു ഇൻഡിവിജ്വൽ മോഡുണ്ട്. അത് നമുക്ക് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കംഫർട്ട് എടുത്തു, നോർമൽ വേണോ സ്പോർട്ട് വേണോ അത് നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ മോഡുണ്ട്. അപ്പോൾ നമുക്കതിൽ സ്റ്റിയറിങ്ങും ഡ്രൈവും DCCയും ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ താഴേക്ക് വരാണെങ്കിൽ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വിച്ച് നമ്മുടെ സീറ്റ് വെൻറ്റിലേഷൻ്റെ സ്വിച്ച്. നല്ല രസമാട്ടോ. താഴത്തുനിന്ന് ഒരു തണുത്ത കാറ്റിങ്ങനെ വരും, അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഇതാണ് വരുന്നത്. പിന്നെ AC ഒക്കെ നമുക്ക് ഫിസിക്കൽ നോബ്സ് ഉണ്ട്. അതിലാ ഒരു ക്രോം ഇതിൽ ഫിനിഷ് അത് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്, നമുക്ക് ഇപ്പോൾ സിഗ്നലിലൊക്കെ നിൽക്കുമ്പോൾ അത് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ളതാണ്. പാർക്കിങ്ങിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ, ലോക്ക്, പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാം. പിന്നെ പാരലൽ പാർക്കിങ്ങിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ, താഴെ വയർലെസ് ചാർജറുണ്ട്, 12 വോൾട്ടിൻ്റെ ചാർജിങ് പോയിൻ്റ് ഉണ്ട്, 2 USB പോർട്ടുണ്ട്. പിന്നെ സ്കോഡയുടെ 4x4, നമ്മൾ 4x4 വണ്ടിയിലാണ് ഇരിക്കണേ എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. അപ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷിലുള്ളൊരു ഗിയർ നോബ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ വരുന്ന ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കാണ്, ട്രാക്ഷൻ കൺട്രോളിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. സീറ്റ് വെൻറ്റിലേഷൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മളെ പാംറെസ്റ്റിൻ്റെ താഴെയുള്ളൊരു സ്റ്റോറേജ് സ്പേസ്. ഇവിടെയും സിംപ്ലി ക്ലവർ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. കാരണം ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും.
മൊത്തത്തിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഈ സംഭവം വെച്ചിട്ട് നമുക്കിപ്പോൾ പല സാധനങ്ങളും നമുക്ക് അവിടെ ഒരു ബോട്ടിൽ വെക്കാൻ പറ്റും. അതിലുള്ള ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബോട്ടിൽ ഫേമായിട്ട് അവിടെ ഹോൾഡ് ചെയ്യും. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒറ്റ കൈ കൊണ്ട് നമുക്ക് ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ കാർഡ്, കീ, ഒരു പാൻ, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ ഈ ആംറസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് സ്ലൈഡ് ചെയ്യാം. നല്ല രീതിയിൽ മുന്നോട്ടും നമുക്ക് സ്ലൈഡ് ചെയ്യാം. നമ്മുടെ ഒരു കംഫർട്ട് പൊസിഷൻ അനുസരിച്ച് നമുക്ക് ആംറസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അത് മാത്രമല്ല, ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഹൈറ്റിലേക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. കണ്ടോ, അത് താഴത്തേക്കും വെക്കാം, അല്ലെങ്കിൽ പല ഹൈറ്റ് പൊസിഷനിൽ നമുക്ക് നമ്മുടെ ആംറസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു കംഫർട്ട് ലെവൽ കൂട്ടുന്നതാണ് സ്കോഡയുടെ സിംപ്ലി ക്ലവർ ഫീച്ചേഴ്സ്. പിന്നെ നമുക്ക് 2 ഗ്ലൗ ബോക്സ് ഉണ്ട്. ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ആണ് വരുന്നത്. ഇപ്പോൾ മുകളിലൊരു ഗ്ലൗ ബോക്സ് ഉണ്ട്, ചെറിയൊരു ഗ്ലൗ ബോക്സ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഈ ഭാഗമില്ലേ, അതൊരു റബ്ബർ ഒരു ഏരിയ ആണ്. അപ്പം നമ്മുടെ ഫോണ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ അത് തെന്നിക്കളിച്ച് ശബ്ദമൊന്നും ഉണ്ടാക്കില്ല, അതവിടെ ഫേമായിട്ട് ഇരുന്നോളും. പിന്നെ താഴെ ഉള്ള ഗ്ലൗ ബോക്സ് അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ആണ്, കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ്, ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൂൾഡ് ഗ്ലൗ ബോക്സ്, അപ്പം നമ്മുടെ കുറച്ച് വെള്ളം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തണുത്തിരുന്നോളും. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മുകളിൽ വാനിറ്റി മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം വണ്ടിയുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അത് 2 സൈഡിലുണ്ട് കേട്ടോ. ഡ്രൈവർ സൈഡിലും പാസഞ്ചർ സൈഡിലും നമുക്ക് വാനിറ്റി മിറർ വിത്ത് ലൈറ്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഡിമ്മിങ് മിറർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ റീഡിങ് LED ലൈറ്റ്സ് ഉണ്ട്. അത് രണ്ടും ലൈറ്റ് കറക്റ്റ് നമ്മുടെ കയ്യിലേക്കാണ് അത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയൊരു ചെരുവ് വെച്ചിട്ടാണ് ലൈറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ പനോരമിക് ആയിട്ടുള്ള സൺറൂഫ്, ഇത് 1 ടച്ച് അപ്പ് ആൻഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത്. ബിൽഡ് ക്വാളിറ്റി അപാരം എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ നമ്മളെ വണ്ടി എവിടെയെങ്കിലും പാർക്കിങ്ങിലൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വെക്കാനുള്ള ഒരു ചെറിയൊരു കാർഡ് ഹോൾഡർ പോലത്തെ ഒരു സംഭവമുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു വ്യൂവും നല്ലൊരു റൈഡിങ് പൊസിഷനാണ് സ്കോഡ കോഡിയാക്കിലുള്ളത്. നല്ല അടിപൊളി വണ്ടി ഫ്രണ്ട്സ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് നമുക്കിപ്പോൾ തന്നെ കാണാം. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ കുറച്ച് സംഭവം കൂടി നമ്മുടെ ശ്രദ്ധയിൽ വിട്ടു. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു സംഭവമാണ്. ഇത് ആക്ച്വലി ഒരു ബ്ലാങ്കറ്റാണ്. നമ്മൾ ഉറങ്ങാണെങ്കിൽ പുതച്ച് കിടക്കാൻ സ്കോഡ നമുക്ക് ബ്ലാങ്കറ്റ് തരുന്നുണ്ട്. അത് വേറെ ഏത് വണ്ടിയിലാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊരു സംഭവം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കുക. നമ്മൾ ഇപ്പം ഇത് കിടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് കണ്ട, നമുക്ക് ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ തലയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കഴുത്ത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇതും ഒരു എന്താ പറയുക, സ്കോഡയുടെ സിംപ്ലി ക്ലവർ കുറച്ച് ഫീച്ചേഴ്സാണ്. അത് നല്ലൊരു കുട്ടിയാണ്. നമുക്ക് ലോങ് ഡ്രൈവിന് പോകുമ്പോൾ ഈ നെക്സ്റ്റ് ട്രെയിൻ ഉണ്ടല്ലോ, ആ സംഭവം നമുക്ക് ശരിക്കും ഇത് ഒഴിവാക്കാം. സുഖമായിട്ടുള്ളൊരു യാത്ര അതാണ് സ്കോഡ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ബൂട്ട് ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അത് മാത്രമല്ല, സ്കോഡയിൽ വേറൊരു സംഭവം കൂടിയിട്ട് കാലുകൊണ്ട് ഹായ് തുറന്നല്ലോ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് തുറക്കാം. ഇങ്ങനെ ഒരു ഫങ്ഷൻ കൂടി ഉണ്ട്. പിന്നെ 1 ടച്ച് ബട്ടൺ ഉണ്ട്, അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോഡിയാക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഞാൻ ഡ്രൈവ് ചെയ്യണു ഹൈവേയിലും പിന്നെ ഇടവഴികളിലൂടെയും പെട്രോൾ അടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് നേരെ ഞാൻ ഈ വണ്ടി കയ്യിൽ കിട്ടിയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ആക്ച്വലി ഇത് ഇത്രയും സൈസുള്ളൊരു SUV, 7 സീറ്റർ SUV നമ്മൾ ഓടിക്കുക എന്നുള്ള ഒരു ഫീലിങ്ങും നമുക്ക് വരില്ല. നമ്മൾ ഇപ്പം എൻ്റെ വണ്ടി ഫോർഡ് ഫിഗോ ആണ്, ഒരു ഹാച്ച് ബാക്കാണ്. ആ വണ്ടി ഓടിക്കുന്ന അതേ ലാഘവത്തോടെയാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അതായത് വണ്ടിയുടെ ഫോൾട്ട് അല്ല കേട്ടോ, അത്രയും ഈസി ടു ഡ്രൈവ് ആണ്, അത്രയും ഫൺ ടു ഡ്രൈവ് ആണ്. ആർക്കും ഏതാൾക്കും സിമ്പിളായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് കോഡിയാക്ക്. കാരണം ഇതിൻ്റെ ഇപ്പോൾ സ്റ്റിയറിങ് എത്ര റെസ്പോൺസീവാണ്, കറക്റ്റ് എത്രയാണോ വെയിറ്റ് വേണ്ടത് അതേ വെയിറ്റാണ് വരുന്നുള്ളൂ. അത്രയും ഫൺ ടു ഡ്രൈവ് ആണ് ഈ വണ്ടി. പിന്നെ ഇതൊരു മോണോകോക്ക് ഡിസൈനാണ് വന്നിട്ടുള്ളത്. ബോഡി ഓൺ ചാസി ആ ഒരു ഇതിലല്ല ഈ വണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ടെക്നിക്കാലിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു 2 ലിറ്റർ ടർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനാണെന്ന് നമ്മൾ പറഞ്ഞു. 7 സ്പീഡ് ഓട്ടോമാറ്റിക് DSG
ട്രാൻസ്മിഷനാന്ന് പറഞ്ഞു, 190 PS പവർ ഉണ്ട്, 320 Nm ഓഫ് ടോർക്ക് ഉണ്ട് വണ്ടി. ആ ടോക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇതിൽ ഡിഫറെന്റ് മോഡ്സ് ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് മോഡിന്റെ ബട്ടൺ. ഈ മോഡിന്റെ ബട്ടൺ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഈ സ്പോർട്ട് മോഡാണ് ഞാനിപ്പോൾ ഇട്ടേക്കണത്. ഈ സ്പോർട്ട് മോഡ് ഇട്ടിട്ട് നമ്മളൊന്ന് കാല് കൊടുക്കുമ്പോൾ ഇത് ഇവിടെ നോക്കിയോ, ഇവിടെ മൊത്തം റെഡ് കളി പിന്നെ അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ സ്പീഡ് കാരണം ഒരു കയറിലുണ്ടോ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സ്പീഡ് ലിമിറ്റ് ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് നമ്മൾ അപ്പനെ തിരിച്ചെടുത്തു. പക്ഷെ ഈ വണ്ടിയുടെ കേപ്പബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. ഈ വണ്ടി നമ്മൾ വിചാരിച്ച പോലത്തെ വണ്ടി എന്നല്ല കോഡിയാക്ക്. നിങ്ങൾ ഇതിന്റെ ഡിസൈൻ കാണുമ്പോൾ ഒരു പാവം എന്താ പറയാ, നമ്മളൊരു ബിസിനസ് ലുക്കിലൊക്കെ ഒരാൾ വരില്ലേ, ഫുൾ ഇൻസൈഡ് ഒക്കെ ചെയ്ത് കോട്ടൊക്കെ ഇട്ടിട്ട്, അതുപോലത്തെ ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മൾ കോഡിയാക്കിനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഉള്ളിൽ കയറി കാല് കൊടുത്തു കഴിഞ്ഞാൽ എൻറ്റയർലി കഥ വേറെയാണ്. നല്ല രീതിയിൽ നമുക്ക് പെടച്ചോടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടി. അപ്പോൾ നമ്മള് വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ഒരു 1.5 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞില്ലേ, അതായത് ഈ വണ്ടി വർത്ത് ബൈയിങ് ആണോ, എന്തുകൊണ്ട് നമ്മൾ കോഡിയാക്ക് വാങ്ങണമെന്ന്. അപ്പോൾ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. വളരെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ഫോർച്യൂണറൊക്കെ ഉണ്ട്, ഇത് 7 സീറ്റർ SUV എന്നൊക്കെ പറയുന്നത്. പക്ഷെ വണ്ടി അത് കിങ് ആണ്. ഇപ്പോഴും ഈ 7 സീറ്റർ സെഗ്മെന്റിൽ ഫോർച്യൂണർ തന്നെയാണ് ഈ സെഗ്മെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കാലം എന്താ ഫോർച്യൂണറിനെയും കോട്ടപ്പ് ചെയ്തു എന്ന് പറയാം. കാരണം ഫീച്ചേഴ്സ് കുറെ കുറവാണ്, ഒത്തിരി ഓവർ പ്രൈസ്ഡ് ആണെന്ന് നമുക്ക് ശരിക്കും തോന്നുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങി ടൊയോട്ട അത് മാറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എടുത്ത് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ഫോർച്യൂണറിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു 7 സീറ്റർ എല്ലാവരും, ഞാൻ കോഡിയാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും ഇതിനെ MG ഗ്ലോസ്റ്റർ ആയിട്ടും ഫോർച്യൂണറൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യണത്. പക്ഷെ വണ്ടി ഞാൻ അടുത്തറിഞ്ഞോടെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇത് നമ്മൾ ഫോർച്യൂണറും MG ഗ്ലോസ്റ്റർ ആയിട്ടൊന്നല്ല കമ്പയർ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ വേണമെങ്കിൽ ജീപ്പ് മെറിഡിയൻ ആയിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു Q5 ആ റേഞ്ചിലുള്ള വണ്ടികളില്ലേ, BM, ബെൻസ്, ഓഡി, അങ്ങനത്തെ ഒരു എന്താ ഒരു പ്രീമിയം SUV 7 സീറ്റർ SUVസിനായിട്ടാണ് നമ്മൾ ആക്ച്വലി കോഡിയാക്കിനെ കമ്പയർ ചെയ്യേണ്ടത്. കാരണം ഈ വണ്ടിയുടെ എൻറ്റയർലി മേക്കും ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു തരത്തിലാണ്. ഓഫ് കോഴ്സ് ഇതൊരു എന്താ പറയാ ഒരു SUV ആണ്, ഫുൾ ടൈം 4 വീൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പക്ഷെ കുറച്ചും കൂടിയും ഈ വണ്ടി ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പ്രീമിയംനെസ് ആണ്, ബിൽഡ് ക്വാളിറ്റി ആണ്, കംഫർട്ടാണ്. അതാണ് ഈ കോഡിയാക്കിന്റെ ഏറ്റവും ഒരു എന്താ പറയണ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു 4x4 വണ്ടി മാത്രമായിട്ട് ഇതിനെ കണ്ടിട്ട് കാര്യമില്ല. മനസ്സിലായെന്ന് ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾക്ക് പക്ക ഒരു 4x4 വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ താർ, ജിംനി, നീല. ഈ വണ്ടി വാങ്ങാൻ കാശുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രൈസ് കയറ്റിയിട്ട് റാംഗ്ലറിന്റെ റൂബിക്കോണൊക്കെ മേടിക്കൂ. അപ്പൊ അതൊക്കെ കറക്റ്റ് 4x4 വണ്ടിയാണ്. ഇത് നമ്മൾ എങ്ങനെ ഉദ്ദേശിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് ആയിട്ടുള്ള റൈഡിങ്. ഇപ്പൊ ഇതിന്റെ സീറ്റൊക്കെ നമുക്ക് എടുത്ത് പറയണം, എന്താ കംഫർട്ട് എന്നറിയോ സീറ്റ്, അതിന്റെ കുഷനിങ് ആയാലും. പിന്നെ ഇത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. ഇപ്പൊ ഞാൻ വെന്റിലേഷനൊക്കെ ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. അതായത് അടിയിൽ നിന്ന് വരെ ഇങ്ങനെ കുളിര് കൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നറിയത്. അപ്പോൾ ഇത് കംഫർട്ടായിട്ട് നമുക്ക് ലോങ് ഡ്രൈവ് പോവാം. വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ പൊളിച്ചോടിക്കാനായിട്ടുള്ള സ്പോർട്ട് മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് 4x4 ചെയ്യാം. അതായത് ഇത്തിരി സ്നോ മോഡ് വരെ ഉണ്ട്. അത്യാവശ്യം ചെളിയിലോ മണ്ണിലോ ഒക്കെ പെട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മളെ ഉരിപ്പൊരും നമുക്ക് കൊണ്ടുവരാം, തിരിച്ച് എടുക്കാൻ പറ്റും, പെട്ടുപോയില്ല. അപ്പോൾ അത്ര പിന്നെ കുത്തനെയുള്ള കയറ്റം ഇറക്കം ഈ കാര്യങ്ങളൊക്കെ, അതിനുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ നേരത്തെ കണ്ടു. ഹിൽ ഡിസൈൻ കൺട്രോള്, അസൻ കൺട്രോള്, എല്ലാ സംഭവങ്ങളും, ട്രാക്ഷൻ കൺട്രോൾ, എല്ലാ സംഭവങ്ങളും വണ്ടിക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സോഫ്റ്റ് ഓഫ് റോഡിങ് ആയിട്ട് കേപ്പബിലിറ്റി ഉള്ള വണ്ടി, പിന്നെ നല്ലൊരു പ്രീമിയംനെസ്, പിന്നെ കംഫർട്ട്, അങ്ങനത്തെ ഒരു വണ്ടിയാണ് കോഡിയാക്ക്. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു 55 ലക്ഷം രൂപയോളം എടുത്ത് ഉണ്ടായിരുന്നു ഇതിന്റെ ഓൺ റോഡ് വരുന്നത്. ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 51.5 ലക്ഷം, ഏകദേശം 51,33,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും. ആ ഒരു പ്രൈസിന് കോഡിയാക്ക് മുതൽ തന്നെയാണ്. അതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യണം. ഈ വണ്ടി ഒരു തവണയെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. ടെസ്റ്റ് ഡ്രൈവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ December 10th തൊട്ടിട്ട് ഇവരൊരു ടെസ്റ്റ് ഡ്രൈവിന്റെ ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എടുത്തുള്ള സ്കോഡയുടെ ഷോറൂമിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. കോഡിയാക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ കൂടെ തന്നു വിടുന്നതാണ് നമ്മുടെ ഷോറൂമിലെ സാറ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ഇങ്ങനത്തെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കളയരുത്. ഇന്ന് വണ്ടി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതൊരു വലിയൊരു നഷ്ടമായിട്ട് തീരും. അത്ര നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ
നല്ലൊരു വണ്ടി ഓടിച്ചു, അത് എൻജോയ് ചെയ്തു. ആ ഒരു മനസ്സുഖത്തോടെ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.